അദ്വൈത ഫിലോസഫി സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്ന പല വ്യക്തികളും പറയുന്നൊരു സംഭവമുണ്ട്. കടലിൽ നിന്ന് പുഴയുണ്ടായി, പുഴ കടലിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതിനാൽ പുഴയും കടലും രണ്ടല്ല, ഒന്നാണ്. കാരണം പുഴയുടെ ഒറിജിൻ എന്ന് പറയുന്നത് കടലാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരി തന്നെയാണ്, ഒന്ന് തന്നെയാണ് അദ്വൈതം. ഇനി ദ്വൈത സ്കൂൾ ഓഫ് തോട്ടിൽ ആ രീതിയിലാണ് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അച്ഛൻ എന്നും അച്ഛൻ തന്നെയാണ്, മകൻ എന്നും മകൻ തന്നെയാണ്. മകൻ ഒരിക്കലും അച്ഛനാകുന്നില്ല. മകൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാകാം, പക്ഷെ എയും ബിയും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്, ബി എന്നുള്ളത് മകൻ എന്നും മകൻ തന്നെയാണ്. ഈ ബി ഒരിക്കലും എ ആകുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദ്വൈത ഫിലോസഫിയിൽ അത് സത്യമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ രണ്ട് ഫിലോസഫിക്കൽ തോട്ട്സ് നിൽക്കുന്ന വ്യക്തികളിൽ ആശയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്രകാരം ലക്ഷ്യമുണ്ടെന്നും ലക്ഷ്യമില്ലെന്നും ചിന്തിക്കുന്ന സാധകർ ഉണ്ട് എന്നുള്ള സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്കിതിനെപ്പറ്റി ചിന്തിക്കാം. കാരണം നമ്മൾ ജനിച്ചിട്ടേയില്ല എന്ന് പറയുന്ന ഒരു വലിയ സത്യത്തിൻ്റെ വ്യൂ പോയിന്റ് ചിന്തിക്കുമ്പോൾ എന്ത് ലക്ഷ്യം, ആരുടെ ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യം വരും. നമുക്കറിയാം, ശബരിമലയിൽ പോകുമ്പോൾ തത്വമസി എന്നവിടെ എഴുതിയിരിക്കുന്നു. നമ്മൾ കാണാൻ പോകുന്നത് അയ്യപ്പനെ. എന്നാൽ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം നീ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയും. പക്ഷെ ആ ബോർഡ് പോലും കാണാതെ വരുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒരു സത്യത്തെ നമ്മൾ എപ്രകാരമാണോ ഉൾക്കൊള്ളുവാൻ നമുക്ക് പ്രയാസപ്പെടുന്നത്, അപ്രകാരം തന്നെയാണ് ശബരിമലയിൽ പോയിട്ട് ഞാൻ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനും നമുക്ക് പാടുപെടുന്നത്. എന്നാൽ അത് നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യമല്ലാതാവുന്നില്ല. തത്വമസിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ സത്യത്തെ ഞാനൊന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതായുള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. ആ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളത്. പക്ഷെ ആ സത്യം എന്താ പറയുന്നത്, നീ തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. നീ തന്നെയാണ് സത്യം എന്ന് പറയുന്ന ആ സത്യത്തെ ഒന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ലക്ഷ്യവും വരും. ലക്ഷ്യം അവിടെ വരും. ലക്ഷ്യം വരുന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് ആ പടി. എല്ലാ സാധുർക്കും ഇത് വരണമെന്നില്ല. ഓരോരുത്തരുടെ ബോധ വികാസം അല്ലെങ്കിൽ ആ ബോധമണ്ഡലത്തിൻ്റെ വ്യാസം അനുസരിച്ചിട്ട് ഈ തട്ടുകൾ കൂടിയും കുറഞ്ഞിരിക്കും.